Hi, hello everyone. അപ്പോൾ നമ്മുടെ +2 ബയോളജിയുടെ എക്സാം കഴിഞ്ഞിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുമല്ല, ഒരു ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയാം. നമ്മുടെ ബോട്ടണി സെക്ഷനിലെ 1-2 ക്വസ്റ്റ്യൻസ് ചെറുതായിട്ട് നമ്മളൊന്ന് കുഴപ്പിച്ചിട്ടുണ്ടായിരിക്കും. എന്നാലും ഓവറോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 50 മാർക്സോളം, 60-ൽ ഒരു 50 മാർക്ക് അല്ലെങ്കിൽ അതിന് മുകളിലേക്കൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു 45-ന് മുകളിലേക്ക് എന്തായാലും മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഡയറക്റ്റ് ചോദിക്കുന്നതിന് പകരം കുറച്ച് അപ്ലൈഡ് ലെവലിൽ ചോദിച്ചു എന്നൊരു പ്രത്യേകതയും കൂടെ ഞാൻ കണ്ട ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. ആൻഡ് കുറച്ചധികം ആളുകൾ എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു ബോട്ടണി സെക്ഷൻ കുറച്ച് പാടായിരുന്നു, സുവോളജി ഭയങ്കര എളുപ്പമായിരുന്നു, ആ രീതിയിലും പറഞ്ഞ ആളുകളുണ്ട്. എനിവേ, നമുക്ക് ഇന്നത്തെ ആ കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇന്നത്തെ എക്സാമിന് കഴിഞ്ഞ ബോട്ടണി സുവോളജി, അതായത് മൊത്തം നമ്മുടെ ബയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, അതിന്റെ ആൻസേഴ്സ് എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയായിരിക്കും ആൻസർ വരിക, അതൊന്ന് ചെക്ക് ചെയ്യണമല്ലോ. ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടുമോ എന്നുള്ള കൺഫ്യൂഷൻസിലേക്ക് ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. സോ നമുക്ക് നമ്മുടെ ഇന്ന് കഴിഞ്ഞ ബയോളജി എക്സാമിന്റെ +2ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ പാർട്ട് എ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ നമ്മുടെ ബോട്ടണിയാണ്. ഈ പാർട്ട് എ ബോട്ടണിയിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണ്. നെയിം ദ 2 സെൽസ് പ്രസന്റ് ഇൻ മെച്യൂർ പോളൻ ഗ്രെയിൻ. മെച്യൂർ ആയിട്ടുള്ള പോളൻ ഗ്രെയിനിലുള്ളത് വെജിറ്റേറ്റീവ് സെല്ല്, ലാർജ് വെജിറ്റേറ്റീവ് സെല്ലും അതുപോലെ തന്നെ സ്മോൾ ജനറേറ്റീവ് സെല്ലും, ഈ 2 പേരുകളാണ് എഴുതേണ്ടത്. അതിന് നിങ്ങൾക്ക് 1 മാർക്കാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് എഴുതാൻ പറ്റും, ഒരു വലിയ വെജിറ്റേറ്റീവ് സെല്ലും ചെറിയ ജനറേറ്റീവ് സെല്ലും എന്നുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഇന്നർമോസ്റ്റ് വോൾ ലെയർ ഓഫ് ദി മൈക്രോസ്പൊറാഞ്ചിയം ദാറ്റ് പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ്. ഇത് നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ യൂട്യൂബ് ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ കൂടാണ്. ഇതിന്റെ കറക്റ്റ് ആൻസർ ഇന്നർമോസ്റ്റ് ലെയർ, ന്യൂട്രീഷൻ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരെ ടിക്ക് ചെയ്തോളണം? ടപ്പീറ്റം ആണ് കറക്റ്റ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഈസ് ആൻ ഔട്ട്ബ്രീഡിംഗ് ഡിവൈസ് genetically restrict self-pollination by inhibiting pollen germination on the pistil of the same flower. Pollen pistil interaction അല്ല, that is self incompatibility. കണ്ടോ, കഴിഞ്ഞ ലൈവിൽ നമ്മൾ ഇതും എന്ത് ചെയ്യുന്നതാണ്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നാണ്. പോളൻ ജെർമിനേഷന്റെ സമയത്ത് പറയുന്ന ഔട്ട്ബ്രീഡിംഗ് ഡിവൈസുകളുടെ കൂട്ടത്തിൽ സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി പഠിക്കണം എന്ന് എടുത്തെടുത്ത് പറഞ്ഞതാണ്. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി ആണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും, കാരണം അതൊന്നും മാർക്ക് പോകാൻ ചാൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, വിച്ച് ടെക്നിക് ഈസ് യൂസ് ടു സെപ്പറേറ്റ് DNA ഫ്രാഗ്മെന്റ്സ് ഫോംഡ് ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ്. ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡ്, DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ഔട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാ? ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. കറക്റ്റ് ആൻസർ ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. അതിനൊപ്പമുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. ഇൻ ദ പ്ലാസ്മിഡ് PBr 322 foreign DNA ligated at the site BAM-H1. Okay, the recombinant plasmid will lose its resistance to which antibiotic? PBr 322 BAM BAM-H1 കൊണ്ടുവന്ന് ലിഗേറ്റ് ചെയ്താൽ ഏതിനായിരിക്കും ഇതിനകത്ത് റെസ്ട്രിക്ഷൻ? ആ ഒരു റീകോംബിനന്റ് പ്ലാസ്മിഡ് വിൽ ലോസ് ഇറ്റ്സ് റെസിസ്റ്റൻസ്. കണ്ടോ, ലോസ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ടു വിച്ച് ആന്റിബയോട്ടിക്? കറക്റ്റ് ആൻസർ വരുന്നത് ടെട്രാസൈക്ലിൻ ആണ് കേട്ടോ. ടെട്രാസൈക്ലിൻ ആണ് അവിടെ വരുന്നത്. ഓക്കെ, ആൻസർ വരുന്നത് ടെട്രാസൈക്ലിൻ ആണ്. ആൻഡ് അടുത്ത ചോദ്യം നമുക്ക് 6th ക്വസ്റ്റ്യൻ, 7th ആൻഡ് 8th ആൻഡ് 9th, ഈ 4 ചോദ്യങ്ങൾ ഒരുമിച്ച് ഞാൻ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇമാസ്കുലേഷന്റെ ഡെഫിനേഷൻ എഴുതാനാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രശ്നമൊന്നുമില്ല. വൈ ഈസ് ഇറ്റ് നെസസറി ഇൻ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ഡ്യൂറിംഗ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ? എന്തുകൊണ്ടാണ് ഇത് ബൈസെക്ഷൽ ഫ്ലവേഴ്സിൽ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷന്റെ സമയത്ത് യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ അത്യാവശ്യമാണ് എന്ന് പറയുന്നത്? അത് ക്വസ്റ്റ്യൻ അതാണ്. 6th ആൻസർ നോക്കിക്കേ. ഇമാസ്കുലേഷൻ, റിമൂവൽ ഓഫ് ആന്തർ ഫ്രം ദി ബൈസെക്ഷൽ ഫ്ലവർ ബിഫോർ ദേ റിലീസ് പോളൻ. കിട്ടി. ദെൻ നെസസിറ്റി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്? ഇറ്റ് പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ ആൻഡ് എൻഷുർ ദാറ്റ് ദ ഡിസൈർഡ് പോളൻ ഫ്രം ദി സെലക്ടഡ് മെയിൽ പാരന്റ് ഫെർട്ടിലൈസസ് ദി ഫ്ലവർ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ്, അതായത് മറ്റുള്ള പൂക്കളിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് വന്ന് കണ്ടാമിനേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സിൻഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. ഓക്കെ, ഡബിൾ ഫെർട്ടിലൈസേഷന്റെ അകത്തെ 2 ഈവന്റുകളാണ് സിൻഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും. അത് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അതൊക്കെ. ഫ്യൂഷൻ ഓഫ് 1 മെയിൽ ഗാമേറ്റ് വിത്ത് എഗ് സെല്ല് ഫോംസ് എ ഡിപ്ലോയിഡ് സൈഗോട്ട്. 2n കണ്ടീഷനിലുള്ള സൈഗോട്ട്, അതാണ് സിൻഗമി. ഇനി ട്രിപ്പിൾ ഫ്യൂഷൻ ഓഫ് സെക്കൻഡ് മെയിൽ ഗാമേറ്റ് വിത്ത് പോളാർ ന്യൂക്ലിയൈ ദെൻ ഫോംസ് എ ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ്, പെൻ. 3n കണ്ടീഷനിലാണ്. സോ ജസ്റ്റ് ഈ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഈ ഒരു എന്താണെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിന് മാർക്ക് കിട്ടി. ദെൻ 8ാമത്തെ ചോദ്യം വരുന്നത് സ്റ്റേറ്റ് 2 അഡ്വാൻറ്റേജസ് ദാറ്റ് സീഡ്സ് ഓഫർ ടു ആൻജിയോസ്പെർം. ഇത് കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 2 അഡ്വാൻറ്റേജ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സീഡ്സ് ഓഫർ ടു ആൻജിയോസ്പെർംസ്, ആൻജിയോസ്പെർംസിന് സീഡ്സ് കൊടുക്കുന്ന ഏതെങ്കിലും 2 അഡ്വാൻറ്റേജ് എഴുതാനാണ് പറഞ്ഞിരുന്നത്. ഇവിടെ നോക്കിക്കേ, സീഡ്സ് പ്രൊട്ടക്ട് ദ എംബ്രിയോ വിത്ത് സീഡ് കോട്ട്. സീഡ് എംബ്രിയോയെ സീഡ് കോട്ട് വെച്ച് പ്രൊട്ടക്ട് ചെയ്യുന്നു. ദെൻ സീഡ്സ് ഹെൽപ്സ് ഇൻ ഡിസ്പേഴ്സൽ ആൻഡ് ക്യാൻ റിമെയിൻ ഡോർമെന്റ് അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻസ് എൻഷുറിംഗ് സർവൈവൽ.
ഡോർമെൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഈ 2 കാര്യങ്ങൾ എഴുതി അവിടെ മാർക്ക് കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് അപ്പോമിക്സിസ്? ഓക്കെ, ഗിവ് എൻ എക്സാമ്പിൾ ഓഫ് എ പ്ലാന്റ് ഫാമിലി, ഷോ ദിസ് ഫെനോമെനൻ. ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ബുക്കിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ ഔട്ട് ഓഫ് സിലബസ് എന്നുള്ള രീതിയിൽ വേണ്ടി നമുക്ക് അതിനെ പറയാൻ പറ്റും. അപ്പോമിക്സിസ് എന്താണെന്നുള്ള ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് നമുക്ക് ഫാമിലി എഴുതാൻ പറ്റുന്ന ഇതാണ്. ഇതിനകത്ത് നമ്മുടെ ആസ്റ്ററേസിയ എന്ന് പറയുന്ന ഒരു ഫാമിലി ഉണ്ട്, അതാണ് മെയിൻ ആയിട്ട് വരുന്നത്. ആൻഡ് ഇവിടെ അപ്പോമിക്സിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് മാർക്ക് ഉണ്ട്. ഫോർമേഷൻ ഓഫ് സീഡ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, ഇത്ര എഴുതിയിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് കിട്ടും. ദെൻ എക്സാമ്പിളുടെ കാര്യം നിങ്ങൾ ടീച്ചേഴ്സ് സ്കൂളിൽ എങ്ങനെയാണോ അവർ ഡിസൈഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അവർ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് സെപ്പറേറ്റ്ലി എന്നുണ്ടെങ്കിൽ മേ ബി അവർ മാർക്ക് പ്രൊവൈഡ് ചെയ്യുമായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത്, സ്കൂളിൽ ടീച്ചേഴ്സുമായിട്ട് ആർഗ്യൂ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടും. പഠിപ്പിച്ചിട്ടില്ലാത്തൊരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ മാർക്ക് ചിലപ്പോൾ തന്നിരിക്കില്ല. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ആസ്റ്ററേസിയ എന്ന് പറയുന്ന ഒരു ഫാമിലി ഉണ്ട്. ഈ ഒരു ഫാമിലിയാണ് നമുക്ക് അതിന് എന്ത് ചെയ്യുന്നത്, വളരെയധികം സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ 9ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 9th ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 10th ക്വസ്റ്റ്യൻ 10, 11 ചോദ്യങ്ങളിലൂടെ കാണുന്നുണ്ട്. 10ാമത്തെ ക്വസ്റ്റ്യൻ ഭയങ്കര എളുപ്പമാണ്. ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ഇൻവേരിയബ്ലി ഓട്ടോഗാമസ്, സ്റ്റേറ്റ് ദ അഡ്വാൻറ്റേജ് ഓഫ് ക്ലീസ്റ്റോഗമി. ക്ലീസ്റ്റോഗമിയുടെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ് എന്നതാണ് ചോദ്യം. അതായത് നോക്കാം, ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് റിമെയിൻ ക്ലോസ്ഡ് ആൻഡ് ഡു നോട്ട് ഓപ്പൺ. അത് നമുക്കറിയാം, ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ദെർഫോർ പോളൻ ഇസ് ഡിപ്പോസിറ്റഡ് ഓൺ ദി സ്റ്റിഗ്മ ഓഫ് ദി സെയിം ഫ്ലവർ. കണ്ടോ, പോളൻ സെയിം ഫ്ലവറിന്റെ സ്റ്റിഗ്മയിൽ ഫോളോ ചെയ്തോളും. മേക്കിംഗ് ദം ഇൻവേരിയബ്ലി ഓട്ടോഗാമസ്, അങ്ങനെ അവിടെ സെൽഫ് പോളിനേഷൻ നടത്തുന്നു. അഡ്വാൻറ്റേജ് പറയുമ്പോൾ ക്ലീസ്റ്റോഗമി എൻഷുവർ സീഡ് പ്രൊഡക്ഷൻ ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് പോളിനേറ്റിംഗ് ഏജന്റ് സച്ച് ആസ് ഇൻസെക്ട്സ് ആൻഡ് വിൻഡ്. ഇൻസെക്ട്സും വിൻഡും പോലെയുള്ള പോളിനേറ്റിംഗ് ഏജന്റുകൾ ഇല്ല എങ്കിൽ കൂടിയും അവിടെ പോളിനേഷൻ യാതൊരു തടസ്സവും ഇല്ലാതെ നടന്നോളും. ഓക്കെ, അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് പറയുന്നത് കേട്ടോ. പിന്നെ 11ാമത്തെ ചോദ്യം നോക്കാം മക്കളെ. ഡിഫൈൻ എപ്പികോട്ടൈൽ ഇൻ മോണോകോട്ട് എംബ്രിയോ. മോണോകോട്ട് എംബ്രിയോയിലെ എപ്പികോട്ടൈൽ എന്നാണ് ഡിഫൈൻ ചെയ്യാം. ദെൻ ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് നെയിം ദ പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചർ ദാറ്റ് എൻക്ലോസ്ഡ് ഇൻ ഷൂട്ട് അപ്പെക്സ്. ഓക്കെ, ഇതിൽ എ എന്ന് പറയുന്ന ഭാഗം, ഷൂട്ട് അപ്പെക്സിനകത്ത് ഇരിക്കുന്ന എ എന്ന് പറയുന്ന ഭാഗത്തിനെ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യ ഭാഗം നിങ്ങൾ നോക്കുക, എപ്പികോട്ടൈൽ. എന്താണ് എപ്പികോട്ടൈൽ? ദ പോർഷൻ ഓഫ് ദി എംബ്രിയോണൽ ആക്സിസ് അബവ് ദ പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഓഫ് ദി കോട്ടിലിഡൻ. സ്ക്യൂട്ടല്ലമാണ് ഇവിടെ മോണോകോട്ട് ആയതുകൊണ്ട് കേട്ടോ. അതിന് മുകളിലുള്ള ഭാഗമാണ് ബിയറിംഗ് ദ ഷൂട്ട് അപ്പെക്സ്. ദെൻ പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചർ എ കോളിയോപ്റ്റൈൽ ആണ്. അത് കോളിയോപ്റ്റൈൽ നമ്മൾ ലേബലിംഗിന്റെ കാര്യം കഴിഞ്ഞ ദിവസം ലൈവിൽ പറഞ്ഞിരുന്നതാണ്, നോക്കണം എന്നുള്ളത്. കോളിയോപ്റ്റൈൽ ഇറ്റ് ഇസ് എൻക്ലോസ്ഡ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ഷൂട്ട് അപ്പെക്സ് ഇൻ എ മോണോകോട്ട് എംബ്രിയോ. ഒരു മോണോകോട്ട് എംബ്രിയോയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്, അത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചർ ആണ് കേട്ടോ. അപ്പോൾ അതും വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു, വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. 10, 11 ഈസി ക്വസ്റ്റ്യൻ ആണ്. ദെൻ 12ാമത്തെ ചോദ്യം നോക്കുക, വാട്ട് ഇസ് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്. കുറേ നാളുകളായിട്ട് ചോദിക്കാതെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മാത്രം കിട്ടുന്നു, എന്നാൽ മാത്രം എഴുതാൻ പറ്റുന്നു എന്ന് പറഞ്ഞ കുറച്ച് ചോദ്യങ്ങളില്ലേ, ആ കൂട്ടത്തിൽ വരുന്ന ഒരു സാധനമാണ് വാട്ട് ഇസ് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്. മെൻഷൻ എനി 2 ബയോടെക്നോളജിക്കൽ പ്രൊഡക്ട്സ് മാനുഫാക്ചർഡ് യൂസിംഗ് ദിസ് ടെക്നിക്. ബയോ പ്രോസസ് എഞ്ചിനീയറിംഗിലൂടെ ഉണ്ടാക്കിയെടുത്ത ഏതെങ്കിലും മാനുഫാക്ചർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ബയോടെക്നോളജിക്കൽ പ്രൊഡക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കുക, Bioprocess engineering is the use of microorganisms, cells or enzymes on the large scale to manufacture useful biological products under controlled condition. Okay, example ആയിട്ട് വരുന്നത് ആന്റിബയോട്ടിക്സ് such as penicillin, പിന്നെ വാക്സിൻ. ആന്റിബയോട്ടിക്സും അതുപോലെ പെനിസിലിൻ പോലുള്ള ആന്റിബയോട്ടിക്സും അതുപോലെ വാക്സിൻസ് ഒക്കെയാണ് ഈ പറയുന്ന ബയോ പ്രോസസ് എഞ്ചിനീയറിംഗിലൂടെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടാവുക. അതൊരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു എങ്കിൽ കൂടിയും ടെക്സ്റ്റ് ബുക്ക് അധികം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാത്തവർക്ക് ചിലപ്പോൾ എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇനി ഇതിനെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, മൈക്രോ ഓർഗാനിസംസിനെ യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രോസസ്സാണ് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, സെക്കൻഡ്, അതായത് ഈ പേജിൽ സെക്കൻഡ് വൺ 13th ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ 2 സ്പെസിഫിക് എൻസൈംസ് റിക്വയർഡ് ടു കൺസ്ട്രക്ട് എ റീകോംബിനന്റ് DNA മോളിക്യൂൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദ്യം വന്നത് ഇൻഡയറക്റ്റ് ആണ്, അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റാതെ പോയ ആളുകളുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുക, ഒരു റീകോംബിനന്റ് DNA മോളിക്യൂള് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന 2 ടൈപ്പ് സ്പെസിഫിക് എൻസൈമുകളുടെ പേരാണ് ചോദിച്ചത്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും DNA ലിഗേസുമാണ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് സ്പെസിഫിക് സൈറ്റിൽ DNA കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ലിഗേസ് എന്ന് പറയുന്നത് ജോയിൻ ദ ഡിസൈറബിൾ DNA ഫ്രാഗ്മെന്റ്സ് വിത്ത് എ വെക്റ്റർ DNA ബൈ ഫോമിംഗ് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. ഇനി ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഒന്നും ലിങ്ക് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ലിഗേസ് എന്ന് പറയുന്നത് DNA ഫ്രാഗ്മെന്റുകളെ കൂട്ടിച്ചേർക്കാൻ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നു. ആൻഡ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു സ്പെസിഫിക് ലൊക്കേഷൻസിൽ. ഇത് എഴുതിയ മാർക്കാണ് കേട്ടോ, ഡയറക്റ്റ് ചോദിച്ചില്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് വന്നത്, പക്ഷെ മാർക്ക് കിട്ടാൻ പാകത്തിന് നമുക്ക് എഴുതാമല്ലോ. ആൻഡ് 14ാമത്തെ ചോദ്യം നോക്കടാ, ഹൗ ഡസ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ ഓഫ് ദി ബീറ്റാ ഗാലക്ടോസിഡേസ് ജീൻ ഹെൽപ്സ് differentiate recombinant from non-recombinant in the presence of a chromogenic substrate. ഇത് കുറച്ച് എന്താ പറയാ, നേരത്തെ പറഞ്ഞതുപോലെ ചാപ്റ്റർ ഡെപ്തിൽ പോയാൽ കിട്ടുന്ന ഒരു ഉത്തരമാണ് 14ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ആൻസർ ഇതാണ്, when a foreign DNA is inserted into the beta galactosidase gene, the gene become inactive. കണ്ടോ, അത് ബീറ്റാ ഗാലക്ടോസിഡേസ്
ജീൻ ഇൻസേർട്ട് ചെയ്ത് അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫോറിൻ DNA അത് എന്ത് പറ്റും, ആ ജീൻ എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ആയിട്ട് മാറും. Therefore recombinant colonies cannot produce, അവിടെ recombinant colonies ഉണ്ടാവില്ല. Beta galactosidase and remain white colorless in the presence of chromogenic substrate. Then non-recombinant colonies have an active gene and appear blue color ആയിട്ട് മാറും എന്നുള്ള ഈ ഒരു സാധനമാണ് അവിടെ വരേണ്ടത്. ഇതാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരേണ്ട പോയിന്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന്റെ ആൻസർ നമുക്ക് കുറച്ച് എന്താ പറയാ ടെക്സ്റ്റ് ബുക്കിന്റെ ഡെപ്തിലേക്ക് പോയാൽ മാത്രം കിട്ടുന്ന ഒരു ആൻസർ ആണ്. സ്റ്റേറ്റ് ദ ഡ്യുവൽ ഫംഗ്ഷൻ ഓഫ് ദി ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ORI ഇൻ എ ക്ലോണിംഗ് വെക്ടർ. ഒരു ക്ലോണിംഗ് വെക്ടറിൽ ORIയുടെ ഫംഗ്ഷന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്, ഡ്യുവൽ ഫംഗ്ഷന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഇറ്റ് ഈസ് ദ സൈറ്റ് ഫ്രം വേർ ദ റെപ്ലിക്കേഷൻ ഓഫ് ദി വെക്ടർ DNA ബിഗിൻസ്. ഇതാണ് ആദ്യത്തേത്. എവിടുന്നാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, റെപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഡിറ്റർമൈൻസ് ദ കോപ്പി നമ്പർ ഓഫ് ദി വെക്ടർ വിത്തിൻ ദ ഹോസ്റ്റ് സെൽ. ഈ രണ്ട് പോയിന്റുകൾ എഴുതിയാൽ, ഡ്യുവൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് രണ്ട് പോയിന്റുകൾ എഴുതിയാലായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, ആ ഫുൾ മാർക്ക് കിട്ടുന്നുണ്ടാവുക കേട്ടോ. ആൻഡ് ഇതിലെ അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യമാണ്. Why is DNA forced to move towards the anode during gel electrophoresis and how we can separate the bands be visualized? ഓക്കെ, വിഷ്വലൈസേഷന്റെ കാര്യം കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. നമ്മുടെ DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ഔട്ട് ചെയ്തെടുക്കുന്ന പ്രോസസിന്റെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, DNA moves towards the anode because its phosphate backbone carries negative charge. DNA is positively charged. The separated DNA bands are visualized by staining the gel with ethidium bromide stain ചെയ്യുക, എന്നിട്ടോ UV റേഡിയേഷന് എക്സ്പോസ് ചെയ്യുക. ഈ രീതിയിൽ തന്നെ ആൻസർ എഴുതണം. എത്തിഡിയം ബ്രോമൈഡ് സ്റ്റെയിനിങ് ചെയ്തതിന് ശേഷം UV റേഡിയേഷനെ അല്ലെങ്കിൽ UV റേസിനെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് എങ്ങനെയാ ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ കേട്ടോ, ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുക, ഈ ബാൻഡുകൾ കാണാൻ പറ്റുക. ഓക്കെ, ദെൻ 17ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. ദ ഓൾട്ടർനേറ്റീവ് ഫ്ലോറൽ റിവാർഡ് ടു ദ amorphophallus flower and yucca plant provide to their pollinators besides nectar and pollen. കണ്ടോ മക്കളെ, ഇതും ആ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ടെക്സ്റ്റ് ബുക്ക് ഇരുത്തി വായിക്കാത്തവർക്ക് കിട്ടില്ല. ഓൾട്ടർനേറ്റീവ് ഫ്ലോറൽ റിവാർഡ് ടു ദ amorphophallus ഫ്ലവറും അതുപോലെ യൂക്ക പ്ലാന്റും. എന്താണ് ഈ പറയുന്ന നെക്ടർ ആൻഡ് പോളൻ? ദ ആൻസർ നോക്കാം. Amorphophallus നമ്മുടെ ഈ വലിയ ചേന പോലത്തെ ഇല്ല, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. Amorphophallus flower provides heat and place for insect to lay egg shelter. ഓക്കെ, മുട്ടയിടാനും അവർക്ക് താമസിക്കാനും ഇൻസെക്ട്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അമോർഫോഫാലസ് ചെയ്തിട്ടുള്ളത്. UK ആണെങ്കിലോ പ്രൊവൈഡ് ഫുഡ് ഫോർ ഇറ്റ്സ് പോളിനേറ്റർ ലാർവ. അത് പോളിനേറ്റ് ചെയ്യാൻ വരുന്ന ആളുകളുടെ ലാർവയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യും യൂക്ക പ്ലാന്റ്. ദ യൂക്ക മോത്ത് ലേസ് ഇറ്റ്സ് എഗ് ഇൻ ദ ഓവറി ആൻഡ് ദ ഡെവലപ്പിംഗ് ലാർവെ ഫീഡ് ഓൺ സം ഓഫ് ദി സീഡ്സ്. ഓക്കെ, ഡെവലപ്പ് ചെയ്യുന്ന ലാർവെ അതിന്റെ സീഡ് ഫീഡ് ചെയ്ത് ജീവിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ അമോർഫോഫാലസിന്റെ UKയുടെയും കാര്യം അറിയണമെങ്കിൽ ബുക്കിനകത്ത് ആ കാര്യങ്ങളൊന്ന് കുറച്ച് നല്ല ഡെപ്തിൽ വായിക്കണമായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കണം എന്നുള്ളൊരു സാധനം മനസ്സിലേക്ക് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, ആൻഡ് സ്റ്റേറ്റ് 3 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് വിൻഡ് പോളിനേറ്റഡ്. നമ്മൾ എൻഡമോഫിലസ് പറഞ്ഞു, ഹൈഡ്രോഫിലസ് പറഞ്ഞു, അനിമോഫിലസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ചോദിച്ചത് ആരായിപ്പോയി, വിൻഡ് പോളിനേറ്റഡ്. അനിമോഫിലസ് ഫ്ലവറിന്റെ ക്യാരക്ടേഴ്സ് ആയി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഫ്ലവേഴ്സ് ആർ ജനറലി സ്മോൾ ആയിരിക്കും, ഇൻകോൺസ്പിക്കസ് ആയിരിക്കും, വിത്തൗട്ട് സെന്റ് ഓർ നെക്ടർ, സ്മെൽ ഉണ്ടാവില്ല, ഹണി ഉണ്ടാവില്ല. ദേ പ്രൊഡ്യൂസ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ലൈറ്റ് ഡ്രൈ പോളൻ ഗ്രെയിൻസ്. കുറേ പോളൻ ഗ്രെയിൻസ്, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുറേ പോളൻ ഗ്രെയിൻസ് ഉണ്ടാക്കും. സ്റ്റിഗ്മ ലാർജ് ആണ്, ഫെതറി ആണ്, എക്സ്പോസ്ഡ് ടു എഫിഷ്യന്റ്ലി ട്രാപ്പ് ദ പോളൻ. ഇങ്ങനെ എക്സ്പോസ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ നിന്നിട്ട് പോളൻ ഗ്രെയിൻസിനെയൊക്കെ ട്രാപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലെ ഫെതേഴ്സ് പോലെ ഹൈലി എക്സ്പോസ്ഡ് ടു ദ ഔട്ട്വേർഡ്. ഓക്കെ, പുറത്തേക്ക് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന രീതിയിലായിരിക്കും കാണുക. ഇതിനകത്ത് ഏതെങ്കിലും ഒരു 2-3 പോയിന്റുകൾ നിർബന്ധമായി എഴുതണമായിരുന്നു. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വൈ ഇസ് എ മെച്ചുർ ആൻജിയോസ്പേം എംബ്രിയോ സാക് ഡിസ്ക്രൈബ്ഡ് ആസ് 8 ന്യൂക്ലിയേറ്റ് 7 സെൽഡ് കണ്ടീഷൻ. ഇതും ലാസ്റ്റ് വീക്സ് ലൈവിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്ക്രൈബ് ചെയ്ത് തന്നതാണ്. 8 ന്യൂക്ലിയേറ്റ് 7 സെൽഡ് കണ്ടീഷൻ എന്തുകൊണ്ടാണ് പറയുന്നത്? ഇവിടെ നോക്ക്, ഒരു മെച്ചുവർ എംബ്രിയോ സാക്കിനകത്ത് 8 ന്യൂക്ലിയയും അതേപോലെ 7 സെല്ലുമാണ് ഉള്ളത്. 3 ആന്റിപോഡൽ സെൽസ് അറ്റ് ദ ചെലാസെൽ പോള്, 2 സിനർജിഡ് സെൽ പ്ലസ് 1 എഗ് സെൽ അറ്റ് ദ മൈക്രോപൈലാർ എൻഡ്. അപ്പോൾ 3 2 5 1 6 ആയി. 1 സെൻട്രൽ സെൽ കണ്ടെയ്നിങ് 2 പോളാർ ബോഡീസ്. അപ്പോൾ 7 സെല്ലുകൾ ഉണ്ട്, അതിലെല്ലാത്തിലും കൂടി കൂട്ടിയിട്ട് 8 ന്യൂക്ലിയയും ഉണ്ട്. ഇതങ്ങ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടും കേട്ടോ. There are 7 cells but 8 nuclei because
ബിക്കോസ് ദ സെൻട്രൽ സെല്ല് കണ്ടെയ്ൻസ് 2 ന്യൂക്ലിയൈ. കണ്ടോ, സെൻട്രൽ സെല്ലിനകത്ത് 2 ന്യൂക്ലിയൈ ഉള്ളത് കൊണ്ട് അവിടെ നമുക്ക് എന്ത് പറയാം, 7 ന്യൂക്ലിയയ്ക്ക് പകരം 8 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ആണ് എന്ന് പറയണം. ഓക്കെ, ദെൻ 20th ക്വസ്റ്റ്യൻ ബോട്ടണി സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ 3 ബേസിക് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ജനറ്റിക്കലി മോഡിഫൈയിങ് ആൻ ഓർഗാനിസം? ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ നോക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ അകത്തുനിന്നും കൂടെ കണക്ഷൻ ഉള്ള ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്, എന്നാലും പ്രിൻസിപ്പിൾസിനകത്ത് കിടക്കുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ട്. സോ ജനറ്റിക്കലി ഒരു ഓർഗാനിസത്തിനെ മോഡിഫൈ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, അതിൽ പ്രധാനമായും വരേണ്ട 3 ബേസിക് സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നോക്കുക, 3 സ്റ്റെപ്പുകൾ എഴുതിയിട്ടുണ്ട്. Identifying and isolation of the desired gene, introduction of the desired gene into the host organism using suitable vector, selection and multiplication of the genetically modified cell or organism to obtain the desired trait. ഈ മിനിമം ലെവലിൽ ഈ സാധനങ്ങൾ കുറച്ചുകൂടെ ചെറിയ പോയിന്റ് എഴുതിയാലും മാർക്ക് കളയത്തൊന്നുമില്ല, മാർക്ക് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ഈ പോയിന്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിന് മാർക്ക് ഫുൾ ആയിട്ട് കിട്ടുന്നുണ്ടാവുക കേട്ടോ. അടുത്ത സെക്ഷൻ ബി ആണ്, നമ്മുടെ സുവോളജി സെക്ഷൻ ആണ്. ഇതിലും ഡയറക്റ്റ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഈ പേജിൽ 5 ചോദ്യങ്ങൾ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ഓഡ് വൺ ഔട്ട് തന്നിരിക്കുന്നതിൽ നിന്നിട്ട് ഡയഫ്രം, കോണ്ടംസ്, സെർവിക്കൽ ക്യാപ്പ്, വോൾട്ട്, ഇതിൽ ഏതാണ് ഓഡ് വൺ എന്ന് പറയുന്നത്? യെസ്, വോൾട്ട് ആണ്. ഡയഫ്രം, കോണ്ടം ആൻഡ് സെർവിക്കൽ ക്യാപ്സ് ആർ ബാരിയർ മെത്തേഡ്സ്, കോൺട്രാസെപ്ഷൻ, വെറാസ് വോൾട്ട്സ് ആർ നോട്ട്. വോൾട്ട് എന്ന് പറയുന്നത് ബാരിയർ മെത്തേഡിനകത്ത് വരുന്നതല്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കുക. ദ എൻലാർജ്ഡ് എൻഡ് ഓഫ് എ പീനിസ് ഈസ് കോൾഡ്. പീനിസിന്റെ എൻഡിൽ എൻലാർജ്ഡ് ആയിട്ടുള്ള പോർഷന്റെ പേരാണ് ഗ്ലാൻസ് പീനസ്. ഓക്കെ, ഗ്ലാൻസ് പീനസ് ആണത്. ജീൻ ദാറ്റ് കൺട്രോൾ എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഇസ് നോൺ ആസ് അലീൽ എന്നാണ് നമ്മൾ അതിനെ പറയാം അല്ലെ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമാണത്. ദെൻ MMR, മക്കളെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കേട്ടോ. MMR മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. IMR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ദെൻ 5th ക്വസ്റ്റ്യനിൽ ഡ്രോസോഫില്ല മെലനോഗാസ്റ്റർ ആണ് മെയിൽ ഹെറ്ററോഗാമെറ്റിക് എക്സാമ്പിൾ. ബേർഡ്സ് വരുമ്പോൾ ഏതാ ഇവിടെ ഹെറ്ററോഗാമെറ്റി ഏതാ? ഫീമെയിൽ ഹെറ്ററോഗാമെറ്റി ആണ് കേട്ടോ. ഫീമെയിൽ ഹെറ്ററോഗാമെറ്റി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, അപ്പൊ ഫീമെയിൽ ഹെറ്ററോഗാമെറ്റിക് കണ്ടീഷൻ ആരില്ല, ബേർഡ്സിൽ വരുന്നുണ്ട്. ഓക്കെ, ദെൻ 6ാമത്തെ ചോദ്യം നോക്കുക. വാട്ട് ആർ ദ റിക്വിസൈറ്റ്സ് ഓഫ് എൻ ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്? കണ്ടോ മക്കളെ, ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്, അത് കോൺട്രാസെപ്റ്റീവ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ റിക്വിസൈറ്റ്സ്, എന്തൊക്കെ ഗുണങ്ങളാണ് ആവശ്യമുള്ളത്? ഇറ്റ് ഷുഡ് ബി യൂസർ ഫ്രണ്ട്ലി, എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റണം. ഇറ്റ് ഷുഡ് ബി ഈസിലി അവൈലബിൾ ആൻഡ് എഫക്റ്റീവ്, എപ്പോഴും എവിടെയും ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കണം, ഉപയോഗിക്കുമ്പോൾ അത് എഫക്റ്റീവ് ആയിരിക്കണം. ദെൻ ഇറ്റ് ഷുഡ് നോ മോർ മിനിമൽ സൈഡ് എഫക്ട്സ്, അത് ചിലപ്പോൾ ഉണ്ടാവരുത്, അല്ലെങ്കിൽ മിനിമം സൈഡ് എഫക്ട്സേ ഉണ്ടാവാൻ പാടുള്ളൂ. ആൻഡ് ഇറ്റ് ഷുഡ് ബി റിവേഴ്സിബിൾ വിത്ത് നോ അഡ്വേഴ്സ് എഫക്ട് ഓൺ ഫ്യൂച്ചർ ഫെർട്ടിലിറ്റി, പിന്നീട് ഫ്യൂച്ചറിലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ അത് റിവേഴ്സിബിൾ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിരിച്ച് പഴയ കണ്ടീഷനിലേക്ക് നമുക്ക് തിരിച്ചെത്താൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. 7ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ സ്പേമിന്റെ ഡയഗ്രം ആണ് കൊടുത്തിട്ടുള്ളത്. സ്പേമിന്റെ ഡയഗ്രത്തിനകത്ത് ലേബൽ ദ പാർട്ട് എ ആൻഡ് ബി. എ എന്ന് കാണിച്ചിരിക്കുന്ന ഭാഗം മിഡിൽ പീസ് ആണ്. ഓക്കെ, മിഡിൽ പീസ് ആണ് കാണിച്ചിരിക്കുന്നത്. ബി എന്ന് കൊടുത്തിരിക്കുന്ന ടെയിൽ ആണ്. അപ്പൊ ലേബലിംഗിന്റെ മാർക്ക് കിട്ടി. നെയിം ദ ക്യാപ് ലൈക്ക് സ്ട്രക്ചർ പ്രസന്റ് അറ്റ് ദ ആന്റീരിയർ പോർഷൻ ഓഫ് ദി ഹെഡ്. ഹെഡിന്റെ ഇവിടെ കാണുന്നത് ഈ ക്യാപ് ലൈക്ക് സ്ട്രക്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് ആക്രോസോം ആണ്. ആക്രോസോം ആണ്. അതിന്റെ ഫുൾ മാർക്ക് നമുക്ക് കിട്ടും കേട്ടോ. 2 മാർക്ക് ആണെങ്കിൽ ആ 2 മാർക്കും കിട്ടും, അത് പോവില്ല. മിഡിൽ പീസും ടെയിലും ലേബൽ ചെയ്ത് ആക്രോസോമും കൂടെ എഴുതിയിട്ടുണ്ടെങ്കിൽ 2 മാർക്കാ. ഇവിടെ 1 ഇവിടെ 1, അങ്ങനെ 2 മാർക്ക് കിട്ടുന്നു. ഓക്കെ, 8ാമത്തെ ചോദ്യം നോക്കുക. ഡിസീസസ് ഓർ ഇൻഫെക്ഷൻസ് ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷൽ ഇന്റർകോഴ്സ് ആർ collectively called as sexually transmitted infections. Mention any 2 complications that may arise if STI are not detected and treated in time. കറക്റ്റ് സമയത്ത് നോക്കിയില്ലെങ്കിൽ, ശ്രദ്ധിച്ചില്ലെങ്കിൽ STI കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? Then give 2 examples of STI that cannot be completely cured. ചികിത്സിച്ച് മാറ്റാൻ കഴിയാത്ത സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ ഏതൊക്കെയാണ്? നോക്കുക, ഇവിടെ നമുക്ക് ആദ്യം കോംപ്ലിക്കേഷൻസ് നോക്കാം. ഒന്ന് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, PID പറയും. പിന്നെ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം. ഇത് 2 കാര്യങ്ങൾ. പിന്നെ കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റാത്ത 2 എണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് HIV AIDS-ഉം അടുത്തത് ജെനൈറ്റൽ ഹെർപ്പസും ആണ് കേട്ടോ. ഇത് 2 നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന രീതിയിലൊന്നല്ല. ദെൻ 9ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്പെർമിയേഷൻ ആൻഡ് സ്പെർമിയോജെനസിസ്. തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്, പക്ഷേ നമുക്കൊന്ന് എളുപ്പത്തിൽ എഴുതി വെക്കാൻ പറ്റുന്ന സാധനമാണ്. സ്പെർമിയേഷൻ ഇസ് ദ റിലീസ് ഓഫ് മെച്യൂർ സ്പെർമാറ്റോസോവ ഫ്രം സെർട്ടോളി സെൽസ് ഇൻടു ദ ലുമൻ ഓഫ് ദി സെമിനിഫറസ് ട്യൂബ്യൂൾ. സ്പെർമിയോജെനസിസ് ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ് ഇൻടു മെച്യൂർ സ്പെർമാറ്റോസോവ. ഇറ്റ് ഒക്കേഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദി സ്പെർമാറ്റോജെനസിസ്. സ്പെർമാറ്റോജെനസിന്റെ അവസാനം നടക്കുന്ന സ്പെർമിയേഷൻ. ആൻഡ് സ്പെർമിയോജെനസിസ് ഒക്കേഴ്സ് ഡ്യൂറിംഗ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് സ്പെർമാറ്റോജെനസിസ്. സ്പെർമാറ്റോജെനസിന്റെ ഫൈനൽ സ്റ്റേജിൽ നടക്കുന്നത് കേട്ടോ. ഫൈനൽ സ്റ്റേജ് ഓഫ് സ്പെർമാറ്റോജെനസിസ്. ഓക്കെ, ഇതാണ് എന്ത് സ്പെർമിയേഷനും സ്പെർമിയോജെനസിസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. 10ാമത്തെ ചോദ്യം ബ്ലഡ് ഗ്രൂപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം എന്തായാലും വരുന്ന ഉറപ്പായിരുന്നല്ലോ. ഇതിൽ പറഞ്ഞിരിക്കുന്ന ബ്ലഡ് ടെസ്റ്റിന്റെ കാര്യമാണ്. ഒരു ബ്ലഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തപ്പോൾ ക്ലിനിക്കൽ ലബോറട്ടറിയിൽ എന്താണ്, ഒരു ആൾക്ക് O ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്. അയാളുടെ ഫാദറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് A ആണ്, മദറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് B ആണ്,
ഫൈൻഡ് ഓൾ ദ അതർ പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ്സ് ഓഫ് ദെയർ ചിൽഡ്രൻ യൂസിങ് എ പന്നറ്റ് സ്ക്വയർ. പന്നറ്റ് സ്ക്വയർ വരച്ച് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് തന്നെ ചെയ്യണം? പന്നറ്റ് സ്ക്വയർ വരച്ച് തന്നെ ചെയ്യണം, എന്നാലേ മാർക്ക് കിട്ടത്തുള്ളൂ. സോ ദ പന്നറ്റ് സ്ക്വയർ വിൽ ബി ലൈക്ക് ദ ഇങ്ങനെ. ഇതാണ് ഉദ്ദേശിക്കുന്ന സംഭവം. ദാ പന്നറ്റ് സ്ക്വയർ. ഇതിനകത്ത് ഞാൻ കുറച്ച് ഇങ്ങനെ ആക്കി ഇട്ടിട്ടുണ്ട്. ദാ കണ്ടോ, ഇങ്ങനെ പന്നറ്റ് സ്ക്വയർ വരച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞുതാ. ഇത് ഫാദറിൻ്റെത്, ഇത് മദറിൻ്റെത്. സോ പോസിബിൾ എന്ന് പറയുന്നത് ABBAO 4 ഗ്രൂപ്പുകളും വരാനായിട്ട് അവിടെ പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് വരച്ചിട്ടുണ്ടെങ്കിലാണ് ആ മാർക്ക് ക്വസ്റ്റ്യൻ മൊത്തത്തിലുള്ള മാർക്ക് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. 10ാമത്തെ ക്വസ്റ്റ്യനകത്ത് പന്നറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നമ്മൾ ലൈവിൽ ഓൾറെഡി ഡയറക്റ്റ് സെയിം ക്വസ്റ്റ്യൻ സെയിം ടേബിൾ ഡയറക്റ്റ് തന്നെ ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു. ഈ കുട്ടി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എംബ്രിയോ അല്ലെങ്കിൽ ആ ഫീറ്റസിന് ഓരോ മന്തിലും ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് മന്ത്, എൻഡ് ഓഫ് ദി സെക്കൻഡ് മന്ത്, എൻഡ് ഓഫ് ദി 12 വീക്സ്, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിയുമ്പോൾ ദെൻ 5th മന്ത് ഓരോ ചേഞ്ചസും നടക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ്? ഫസ്റ്റ് മന്തിൽ ഹാർട്ട് ഫോം ചെയ്യുന്നു. എൻഡ് ഓഫ് ദി സെക്കൻഡ് മന്ത് മേജർ ഓർഗൻ സിസ്റ്റംസ് ആർ ഫോംഡ്. എൻഡ് ഓഫ് ദി 12th വീക്ക് ലിംസ് ആൻഡ് ഡിജിറ്റ്സ് ആർ ഡെവലപ്ഡ്. ഫസ്റ്റ് മൂവ്മെന്റ് വരുന്നത് 5th മന്തിന്റെ. ബോഡി ഈസ് കവേർഡ് വിത്ത് ഫൈൻ ഹെയർസ്. ദിസ് ഇസ് ഓൾസോ 5th മന്തിലാണ് നമുക്ക് അപ്പിയർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ 11ാമത്തെ ചോദ്യം കഴിഞ്ഞു. ദെൻ 12ാമത്തെ ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞെന്ന് പഠിപ്പിച്ചാണ് നമ്മൾ. ഇത് ഡയറക്റ്റ് വന്നിരിക്കുന്ന ചോദ്യം കൂടിയാണ്. ഐഡന്റിഫൈ A and B. മക്കളെ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാലോ, സർജിക്കൽ മെത്തേഡ്. അതാ ഇവിടെ കട്ട് ചെയ്ത് കെട്ടി വെച്ചിരിക്കുന്ന നോക്കി അറിയാം. ദിസ് ഇസ് വാസ് ഡിഫറൻസ് ആണെങ്കിൽ വാസക്ടമി, then fallopian tube ആണെങ്കിൽ ട്യൂബക്ടമി. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ 2 കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. വാക്സക്ടമിയും ട്യൂബക്ടമിയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വാസക്ടമി, ട്യൂബക്ടമി. വാക്സക്ടമി പെർഫോംഡ് ഇൻ മെയിൽസ്, ട്യൂബക്ടമി പെർഫോംഡ് ഇൻ ഫീമെയിൽസ്. വാസ് ഡിഫറൻസ് ആർ കട്ട് ആൻഡ് ടൈഡ്, then prevents the transport of sperm. ഈ ട്യൂബക്ടമിയിൽ fallopian tube are cut and tied up, then prevent the meeting of the sperm and ovum, thereby preventing the fertilization. ഓക്കെ അല്ലേ? അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ഫുൾ മാർക്ക് കിട്ടും. നമുക്ക് 3 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ 3 മാർക്കും കിട്ടുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. 13ാമത്തെ ചോദ്യം, റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ദി ഫോളോയിങ്. ലേഡിക് സെൽസ്, ഫിംബ്രിയെ, എൻഡോമെട്രിയം, ട്രോഫോബ്ലാസ്റ്റ്. 4 എണ്ണം നല്ല വൃത്തിക്ക് പഠിക്കാം. 4 മാർക്ക് എങ്ങും പോവാതെ നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അതിന്റെ ആൻസർ നോക്കുക. ലേഡിക് സെൽസ് സെക്രീറ്റ് ആൻഡ്രജൻസ്, മെയിൻലി ടെസ്റ്റോസ്റ്റിറോൺ, വിച്ച് റെഗുലേറ്റ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻസ് ആൻഡ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ. കിട്ടും. നമ്മൾ എല്ലാവരും റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കുമ്പോൾ ബേസിക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചു കൊടുക്കുന്ന കാര്യമാണ്. ഫിംബ്രിയെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഫാലോപ്പിയൻ ട്യൂബിന്റെ എൻഡിൽ ഇരിക്കുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഫാലോപ്പിയൻ ട്യൂബ് ദാറ്റ് ഹെൽപ്സ് കളക്ട് ദ ഓവം റിലീസ്ഡ് ഫ്രം ദി ഓവറി. ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഓവത്തെ കളക്ട് ചെയ്യുന്നത് ഫിംബ്രിയാണ്. അടുത്തത് എൻഡോമെട്രി ആണ്. inner lining of the uterus where the blastocyst implants and which provide nourishment support to the developing embryo. Last one trophoblast ആണ്. blastocyst ന്റെ outer layer ആണ്, helps in implantation. implantation സമയത്ത് endometrial wall അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന trophoblast cell ആണ്. later contributes to the formation of placenta. പിന്നീട് ഡെവലപ്മെന്റ് നടക്കുന്ന സമയത്ത് പ്ലാസെന്റ ആയിട്ട് മാറുന്നത് ഏതാണ്? ഈ പറയുന്ന trophoblast cell. കിടിലൻ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതൊന്നും നമുക്ക് ബുദ്ധിമുട്ട് വരേണ്ട കാര്യമില്ല. അതൊക്കെ ഡയറക്റ്റ് നല്ല എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. 14ാമത്തെ ചോദ്യം, വാട്ട് ഈസ് MTP? ഒരു ചോദ്യമാണ്. കറക്റ്റ് ദ മിസ്റ്റേക്ക്. ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ തെറ്റുണ്ടോ? MTPs ആർ കൺസിഡേർഡ് റിലേറ്റീവ്ലി സേഫ് ഡ്യൂറിംഗ് 3rd ട്രൈമസ്റ്റർ. അതാണ് തെറ്റ്. 3rd അല്ലല്ലോ, ഫസ്റ്റ് ട്രൈമസ്റ്റർ അല്ലേ കറക്റ്റ് വരിക. സോ MTP എന്താണെന്ന് എഴുതണം. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. കിട്ടി ഒരു മാർക്ക്. ദെൻ കറക്റ്റ് ദ സ്റ്റേറ്റ്മെന്റ്. MTPs ആർ കൺസിഡേർഡ് റിലേറ്റീവ്ലി സേഫ് ഡ്യൂറിംഗ് ദ 3rd ട്രൈമസ്റ്റർ അല്ല, ഇൻ ദ ഫസ്റ്റ്. കണ്ടോ, ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണ്. സോ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് മാർക്ക് കിട്ടി. മാർക്ക് എങ്ങും പോയിട്ടില്ല. ഇത് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ബേസിക്കലി അത് 4 മാർക്ക് അല്ല കേട്ടോ. ഹാഫ് വെച്ചിട്ട് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതും താഴെയും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ 15ാമത്തെ ചോദ്യം, ഡയഗ്രാംസ് ഒക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്താണ്. നെയിം ദ ഹോർമോൺസ് മാറ്റേഴ്സ് A and B. ഇവിടെ A, B എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? എയും ബിയും ഏതാന്ന് കണ്ടാൽ മാത്രം പോരാ. ദ റിമൈനിങ് പാർട്ട് ഓഫ് ദി ഗ്രാഫിയൻ ഫോളിക്കിൾ ട്രാൻസ്ഫോം ഇൻടു എ സ്ട്രക്ചർ കോൾഡ് ഡാഷ്. ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ ബാക്കി ഭാഗങ്ങൾ എന്തായിട്ടാണ് മാറുന്നത്? ഇവിടെ കിടക്കുന്നുണ്ട് കണ്ടോ. വിച്ച് പിറ്റ്യൂട്ടറി ഹോർമോൺ ഇസ് റെസ്പോൺസിബിൾ ഫോർ ഓവുലേഷൻ? ഓവുലേഷന് സഹായിക്കുന്ന പിറ്റ്യൂട്ടറി ഹോർമോൺ ഏതാണ്? 15ാമത്തെ ചോദ്യം വളരെ എളുപ്പമാണ് മക്കളെ. A ഈസ്ട്രജൻ ആണ്, B പ്രൊജസ്ട്രോൺ ആണ്. ഗ്രാഫിൽ കാണിച്ചിരിക്കുന്ന A ഈസ്ട്രജൻ, B പ്രൊജസ്ട്രോൺ കേട്ടോ. ദെൻ the remaining part of the Graafian follicle transform into corpus luteum. Pituitary hormone responsible for ovulation is luteinizing hormone. മക്കളെ LH ആണ് എന്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? ഓവുലേഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. LH ന്റെ ലെവൽ കൂടുന്നു, LH സർജ്. ആ കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. 16th question, write any 2 natural methods of contraception. How do natural contraception method prevents the conception? Natural contraceptive methods ഏതെങ്കിലും 2 എണ്ണം ഇഷ്ടമുള്ളത് എഴുതാം. കോയിറ്റസ് ഇന്ററപ്റ്റസ് എഴുതാം കണ്ടോ. അതേപോലെ പീരിയോഡിക് ആബ്സ്റ്റിനൻസ്, ദെൻ
നമ്മൾ ഈ പഠിക്കാനുള്ള 3 എണ്ണമുള്ളൂ ആകെ. ആ 3 എണ്ണത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 എണ്ണം എഴുതുക കേട്ടോ. പീരിയോഡിക് ആബ്സ്റ്റിനൻസ് ഉണ്ട്, വിഡ്രോവൽ മെത്തേഡ് അല്ലെങ്കിൽ കോയിറ്റസ് ഇന്ററപ്റ്റസ് ഉണ്ട്, ലാക്ടേഷൻ അമെനോറിയ ഉണ്ട്. അത് വേണമെങ്കിൽ അത് എഴുതാൻ കുഴപ്പമില്ല. നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് പ്രിവെന്റ് ദ കൺസെപ്ഷൻ ബൈ അവോയ്ഡിംഗ് സെക്ഷൽ ഇന്റർകോഴ്സ് ഡ്യൂറിംഗ് ദ ഫെർട്ടൈൽ പീരിയഡ് ഓർ പ്രിവെന്റിംഗ് സെമൻ ഫ്രം ബീയിങ് ഡെപ്പോസിറ്റഡ് ഇൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് 16ാമത്തെ ചോദ്യം ഡയറക്റ്റാ. 15ഉം 16ഉം ഒന്നും നമുക്ക് ഒരു കോംപ്രമൈസും ഇല്ല, നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 17ാമത്തെ ചോദ്യം എക്സ്പാൻഡ് IVF ആൻഡ് ET ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ. എക്സ്പാൻഷൻ കിട്ടി, അവിടെ കിട്ടി 2 മാർക്ക് കേട്ടോ. നെയിം 2 മെത്തേഡ്സ് ഓഫ് എംബ്രിയോ ട്രാൻസ്ഫർ ആൻഡ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദം. ഇവിടെ 1 മാർക്കാണ്, അത് കഴിഞ്ഞ് താഴേക്കാണ് 2 മാർക്ക് വരുന്നത്. ഈ എംബ്രിയോ ട്രാൻസ്ഫറിന് പറ്റുന്ന 2 മെത്തേഡുകൾ പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ എഴുതണം നമ്മൾ? സിഫ്റ്റ് എഴുതാം, IUT എഴുതാം. സൈഗോട്ട് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫറും ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫറും കൊടുക്കാം. സ്വിഫ്റ്റില് എംബ്രിയോസ് അപ് ടു 8 ബ്ലാസ്റ്റോമിയർ, IUTയില് എംബ്രിയോ വിത്ത് മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയർ. ട്രാൻസ്ഫർഡ് ഇൻ ടു ദ ഫാലോപ്പിയൻ ട്യൂബ് സിഫ്റ്റ്, ട്രാൻസ്ഫർഡ് ഇൻ ടു ദ യൂട്രസ് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ IUT. ഓക്കെ, എളുപ്പമുള്ള ചോദ്യമാണ്, അത് വലിയ പ്രശ്നങ്ങളില്ല. 18ാമത്തെ ചോദ്യം തെറ്റിച്ച് കളയാൻ സാധ്യത വളരെ കൂടിയൊരു ചോദ്യമാണ്, ശ്രദ്ധിച്ചില്ലെങ്കിൽ പരിപാടി കൊളാവും. ഓക്കെ, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് റെപ്രസെന്റഡ് ബൈ ദ ഫോളോയിങ് F2 ഫീനോട്ടിപ്പിക് റേഷ്യോ. F2 ജനറേഷനിലെ ഫീനോട്ടിപ്പിക് റേഷ്യോ 3:1 ആയിട്ട് വരുന്നത് ഏതിനകത്താ? മോണോ ഹൈബ്രിഡിലാ. F2 ജനറേഷനിലെ ഫീനോട്ടിപ്പിക് റേഷ്യോ 1:2:1 ആയിട്ട് വരുന്നത് എപ്പോഴാണ്? ദാറ്റ് ഇസ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിലാണ്. ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ടെസ്റ്റ് ക്രോസ്? ടെസ്റ്റ് ക്രോസിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇത് 2 റേഷ്യോ കിട്ടിക്കഴിഞ്ഞു. ടെസ്റ്റ് ക്രോസ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ജീനോടൈപ്പ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഷോയിങ് ദ ഡൊമിനന്റ്. ഇത് എഴുതാം കേട്ടോ, ജീനോടൈപ്പ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ കണ്ടുപിടിക്കാനായിട്ട്. ദെൻ if all offspring show dominant phenotype, the unknown parent, അത് എഴുതണം. unknown parentന്റെ കണ്ടീഷൻ കണ്ടുപിടിക്കാനായിട്ട്. If the offspring show 1:1 dominant to recessive ratio, the unknown parent is heterozygous. അപ്പോൾ unknown parentന്റെ ജീനോടൈപ്പ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ജീനോടൈപ്പ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം എന്ന് എഴുതാം. 19ാമത്തെ ചോദ്യമായിട്ട് നമുക്ക് വന്നേക്കുന്നത് തെറ്റുണ്ടെങ്കിൽ തിരുത്താനായിട്ടാണ്. Find the incorrect statement and correct them. An embryo with 8 to 16 cell blastomeres is called blastocyst. തെറ്റ്. This is morula ആണ് അല്ലേ, morula ആണ്. Bulbourethral gland is a female accessory gland. തെറ്റ്. ഇത് ഇസ് എ ഫീമെയിൽ അല്ല, ഇറ്റ്സ് എ മെയിൽ ഗ്ലാൻഡ്. നമ്മുടെ കൗപ്പേഴ്സ് ഗ്ലാൻഡിനെയാണ് പറയുന്നത്, മെയിൽ ഗ്ലാൻഡ് ആണ്. ദെൻ തേർഡ് വൺ, ഫെർട്ടിലൈസേഷൻ ക്യാൻ ഒക്കർ ഓൺലി ഇഫ് ദ സ്പേം ആൻഡ് ദ ഓവം ആർ ട്രാൻസ്പോർട്ടഡ് സൈമിൾട്ടേനിയസ്ലി. തെറ്റ്. ട്രാൻസ്പോർട്ടഡ് അല്ല, മീറ്റ് ചെയ്യണം അല്ലെ, മീറ്റിംഗ് ഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ്. ഇതാ ഇവിടെ ഉണ്ട്, ഫെർട്ടിലൈസേഷൻ ഒക്കർ വെൻ ദ സ്പേം ആൻഡ് ഓവം മീറ്റ് ഇൻ ദ ആംബുലറി റീജിയൻ ഓഫ് ദ ഫാലോപ്പിയൻ ട്യൂബ്. കറക്റ്റ് സമയത്ത് മീറ്റ് ചെയ്യണം, ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല, മീറ്റ് ചെയ്യണം. Bulbourethral gland male accessory gland ആണ്. Embryo with 8 to 16 celled blastoma is called morula. Okay, morula എന്ന് പറയുന്നത് നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റിന് മുന്നേ ഉള്ള സ്റ്റേജ് ആണ്. 20th question, ലാസ്റ്റ് വൺ ആണ്. എക്സ്പാൻഡ് IUD intrauterine device. IUD intrauterine device. Name any 2 IUDs and give 1 example for each. ഏതെങ്കിലും 2 ടൈപ്പ് IUD എഴുതുക, അതിന് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രായൂട്രൈൻ ഡിവൈസ്, 2 types of IUDs with example. Another നമുക്ക് എഴുതാം കോപ്പർ റിലീസിംഗ് IUD എഴുതാം, ഹോർമോൺ റിലീസിംഗ് IUD എഴുതാം. ഇവിടെ കോപ്പർ ടി ഉണ്ട്, വേണമെങ്കിൽ കോപ്പർ 7 എഴുതാം, മൾട്ടി ലോഡ് 375 എഴുതാം, ഹോർമോൺ റിലീസിംഗിനകത്ത് പ്രൊജസ്റ്റാസേർട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ IUDs നിങ്ങൾ പഠിച്ചിട്ടുള്ളതിനകത്ത് കോപ്പർ റിലീസിംഗോ ഹോർമോൺ റിലീസിംഗോ ഏത് വേണമെങ്കിൽ ഈ നോൺ മെഡിക്കേറ്റഡ് ആൻഡ് മെഡിക്കേറ്റഡ് വെച്ചിട്ടോ ആ രീതിയിൽ എഴുതാം. അതിനകത്ത് എക്സാമ്പിളുകൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സോ ഓവറോൾ എക്സാമിന്റെ ഒരു റിവ്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇടയിൽ വന്നിരിക്കുന്ന ചെറിയ ചെറിയ ചില ചോദ്യങ്ങൾ നമുക്ക് ചെറിയ പണി തന്നിട്ടുണ്ട്. അത് ഈ പ്രാവശ്യത്തേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ട, കൺസിഡർ ചെയ്യേണ്ട. ഫസ്റ്റ് എക്സാം ആണ്. സോ ഇങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മാത്രം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും നിങ്ങൾ മുന്നോട്ട് എഴുതാൻ പോകുന്ന അടുത്ത നിങ്ങളുടെ സെക്കൻഡ് ടേം എക്സാമിനും മോഡൽ എക്സാമിനും ഫൈനൽ എക്സാമിനും ഒക്കെ വരും എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് വേണം. ഓക്കെ, അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് നല്ല വൃത്തിയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ബോട്ടണി ആൻഡ് സുവോളജി സെക്ഷൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ആൻസർ പേപ്പർ വെച്ചിട്ട് ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ആൻസർ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇതും എടുത്ത് വെച്ചുകൊണ്ട് ആൻസർ പേപ്പറിനകത്ത് ഇത്ര മാർക്ക് കിട്ടുന്നുള്ളത് കമ്പാരിസൺ നടത്തി മാർക്ക് പോയി എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കാൻ വേണ്ടി തരുന്ന വീഡിയോ അല്ല. ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതിയത് ശരിയാണോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന് കൊളമാക്കി അടുത്ത എക്സാമുകൾ അലമ്പാക്കി കളയരുത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നെക്സ്റ്റ് എക്സാംസിന് വേണ്ടിയിട്ട് നല്ല വൃത്തിയായിട്ട് പഠിക്കാം. താങ്ക് യു. അപ്പൊ നമുക്ക് വീണ്ടും കാണാം.